പ്രൂണിങ്ങിന് അത്യാവശ്യം വേണ്ട നല്ലൊരു കട്ടറാണ്. ഇതാണ് എൻ്റെ മുന്തിരിച്ചെടി. ഈ ഇലകളെല്ലാം നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റും. മുന്തിരി പ്രൂൺ ചെയ്യുന്നതേ നമ്മുടെ മെയിൻ ബ്രാഞ്ച് തൊടരുത്. അതിൽ നിന്ന് വരുന്ന ചെറിയ സബ് ബ്രാഞ്ചസ് ഉണ്ട്, അതിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതൊരു സബ് ബ്രാഞ്ച് വരുന്നതാണ്. അതിൻ്റെ 3 മുട്ട് വിട്ടിട്ട് 1 2 3 മുട്ട് വിട്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഇല കൂടി അങ്ങ് കളയുക. നിറയെ നീറാണ്. അതെ, ഈ ഒരു ബ്രാഞ്ച് ഇത് നല്ലൊരു ബ്രാഞ്ചാണ്. 1 2 3 മുട്ട് വിട്ടിട്ട് മുറിക്കുക. എന്നിട്ട് ഇല കൂടി അങ്ങോട്ട് മുറിച്ച് കളയുക. ഈ മുറിക്കുന്ന ഇലകളൊന്നുമേ നമ്മൾ കളയണ്ട. ഇതെല്ലാം നമുക്ക് പൊതയിടാനായിട്ട് ഉപയോഗിക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം മുറിച്ചെടുത്ത് കളയണം. ഇപ്പം ഇതാണ് നമ്മുടെ മുന്തിരിവള്ളികളുടെ അവസ്ഥ. ഇലയൊന്നുമില്ലാതെ മുട്ടയടിച്ച് നിർത്തി. ആ മുകളിലൊരു 2-3 ഇലയേ ഉള്ളൂ. അതെനിക്ക് പറിക്കാൻ കൈയെത്തുന്നില്ല, അതുകൊണ്ട് മാത്രം നിർത്തിയിരിക്കുകയാണ്. ഇത് ഓർഗാനിക് സ്ലറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഒറ്റ കപ്പ് മതി. ഇതുകൂടി ആയി കഴിയുമ്പോൾ ഇതിൽ തഴച്ചു വളർന്നോളും. ഇവർക്ക് എപ്പോഴും തണുപ്പാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ ഇലകളൊക്കെ അവർക്കൊരു പൊതയായിട്ട് ആക്ട് ചെയ്തോളും.